ഇന്ന് നമുക്ക് എഗ് ഫ്രൈഡ് റൈസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടി ഞാൻ 1.5 കപ്പ് റൈസ് എടുത്തിട്ട് അത് ഞാൻ അടുപ്പ് കത്തിച്ച് വെള്ളത്തിൽ ഇടുന്നുണ്ട്. ബിരിയാണി റൈസാണ് എടുത്തേക്കുന്നത്. ഇത് നമുക്ക് നന്നായിട്ട് വേകാൻ പാടില്ല. നമ്മൾ ഹാഫായിട്ട് വേവിച്ചെടുക്കണം. ഒത്തിരി വെന്ത് കഴിഞ്ഞാൽ അത് കുഴഞ്ഞു പോകും. എഗ് ഫ്രൈഡ് റൈസ് നന്നായിട്ടിരിക്കില്ല. ഇപ്പോൾ റൈസ് ഞാൻ വേവിച്ചിട്ടുണ്ട്. ഹാഫായിട്ട് വേവിച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. ഒത്തിരി വെന്ത് പോയിട്ടില്ല, നന്നായിട്ടുണ്ട്. റൈസ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിനാവശ്യമുള്ള വെജിറ്റബിൾ ഓനിയൻ, ബീൻസ്, ക്യാപ്സിക്കം, വെളുത്തുള്ളി, ഓനിയൻ്റെ ലീഫ്, ക്യാരറ്റ്, ഇത്രയും വെജിറ്റബിൾ എടുക്കുന്നുണ്ട്. എല്ലാ വെജിറ്റബിൾസും നമ്മൾ ഓരോന്നായിട്ട് കുഞ്ഞു കുഞ്ഞായിട്ട് നമ്മൾ കട്ട് ചെയ്യാൻ പോവുക. ഓനിയൻ കട്ട് ചെയ്യുക, ക്യാരറ്റ് കട്ട് ചെയ്യുന്നുണ്ട്, ബീൻസ് കട്ട് ചെയ്തു, ക്യാപ്സിക്കം കട്ട് ചെയ്തു, വെളുത്തുള്ളി ലാസ്റ്റായിട്ട് സവാളയുടെ ലീഫാണെങ്കിൽ കട്ട് ചെയ്തെടുത്തു. എല്ലാം നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ എഗ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് 5 എഗ്ഗാണ് എടുക്കുന്നത്. 5 എഗ്ഗ് എടുത്തിട്ടുണ്ട്. അതിനാവശ്യമുള്ള ഉപ്പും പെപ്പർ പൗഡർ എടുത്തിട്ടുണ്ട്. നമുക്കൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഓയിൽ ഒഴിക്കുക. ഈ എഗ്ഗ് ഒന്ന് ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ ഒഴിക്കാം. അതിലേക്ക് 5 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. 5 മുട്ടയും നമുക്ക് പൊട്ടിച്ച് ഒഴിക്കാം. ഇതിലേക്ക് ആവശ്യമുള്ള ഒരു 1/2 സ്പൂണ് ഉപ്പാണെന്ന് ഞാൻ ഇടുന്നത്. ഇതിൻ്റെ ആവശ്യത്തിന് നമുക്ക് ഇട്ടാൽ മതി. ആവശ്യമനുസരിച്ച് വേണം നമുക്കിടാൻ. ഞാൻ ഉപ്പിടുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/2 സ്പൂണ് പെപ്പർ പൗഡർ ഇടുന്നുണ്ട്. 1/2 സ്പൂൺ പെപ്പർ പൗഡർ ഇടുന്നുണ്ട്. ഇനി ഇതെല്ലാത്തെയും നമുക്കൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് നമ്മളൊന്ന് കടഞ്ഞു കൊടുക്കണം. ഇതൊന്ന് മാറ്റി വെച്ചേക്കാം. വേറെ ഒരു പാൻ എടുത്തിട്ട് അടുപ്പ് കത്തിച്ചിട്ട് അതിലേക്ക് നമുക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിക്കാം. നെയ്യ് ഇല്ലാത്തവർ ഓയിൽ ഒഴിച്ചാൽ മതി. ഞാനിവിടെ നെയ്യ് ഒഴിച്ചാണ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത്. നെയ്യില്ലാത്തവർ ഓയിൽ ഒഴിച്ചുണ്ടാക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന വെളുത്തുള്ളി ഇട്ടു. അതിലേക്ക് ബീൻസ് ഇട്ടു, ക്യാരറ്റ് ഇടുന്നുണ്ട്, ഓനിയൻ ഇടുന്നുണ്ട്, ഇതിലേക്ക് കുറച്ച് ഉപ്പ്, ടേസ്റ്റിന് ഇച്ചിരി ഉപ്പ് നമുക്ക് ആഡ് ചെയ്യാം. എന്നാലേ ആ ഉപ്പെല്ലാം നമുക്ക് ഈ വെജിറ്റബിളിൽ ഒന്ന് പിടിച്ച് കിട്ടും. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ക്യാപ്സിക്കവും ഓനിയൻ്റെ ലീഫ് ഉണ്ടല്ലോ, അത് ഞാനതിൽ മിക്സ് ചെയ്യുന്നുണ്ട്. ഇട്ട് നന്നായിട്ട് കടഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് ലൈറ്റായിട്ടൊന്ന് ബോയിലായാൽ മതി. അതിലേക്ക് റൈസ് ഇട്ടു. വേവിച്ച് വെച്ചേക്കുന്ന ബിരിയാണി റൈസ് ഇടുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ടു. ഇപ്പം 2 സ്പൂണ് സോയാ സോസ് ഞാൻ ഒഴിക്കുന്നുണ്ട്. 2 സ്പൂൺ സോയാ സോസ്, 2 സ്പൂണ് കെച്ചപ്പ് ഒഴിക്കുന്നുണ്ട്. 2 സ്പൂൺ കെച്ചപ്പ് ഒഴിച്ചു. ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് നമ്മൾ എഗ്ഗ് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ എഗ്ഗ് ഫ്രൈ നമുക്ക് മിക്സ് ചെയ്യാം. നമ്മൾ എഗ് ഫ്രൈഡ് റൈസ് അല്ലേ ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് എഗ് ഫ്രൈഡ് റൈസ് ആയതുകൊണ്ട് നമുക്ക് എഗ്ഗ് മിക്സ് ചെയ്യാം. അതിലേക്ക് ടേസ്റ്റിന് നമ്മൾ 1 സ്പൂണ് പെപ്പർ പൗഡറാണ് ഞാൻ മിക്സ് ചെയ്യുന്നത്. 1 സ്പൂൺ പെപ്പർ പൗഡർ മിക്സ് ചെയ്തു. നല്ലവണ്ണം കടഞ്ഞു. ഇപ്പം ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ഫ്രൈഡ് റൈസാണ്.